നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ സെഷനാണ് ലീഗൽ ഫോറം. അത് എറണാകുളത്ത് നിന്നതിൻ്റെ നമ്മുടെ ലീഗൽ ഫോറത്തിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ TP ഇബ്രാഹിം ഖാൻ സാർ റോഡ് മാർഗം വന്നതുകൊണ്ട് അല്പം താമസിച്ചു പോയതുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ താമസിച്ചത്. ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് TP ഇബ്രാഹിം ഖാൻ സാർ, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ കൂടി പറയാതിരിക്കാൻ പറ്റുന്നില്ല. കേരള ഹൈക്കോടതിയിൽ 50 വർഷമായി പ്രഗത്ഭനായ അഭിഭാഷകനായി തുടരുന്ന, കഴിഞ്ഞ 2 മാസത്തിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക വൃത്തി 50 വർഷം പൂർത്തിയാക്കി വലിയ ആഘോഷമായി നടത്തിയത്. മാത്രമല്ല, അദ്ദേഹം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് സോളിസിറ്റർ ജനറലായും പ്രവർത്തിച്ച മാന്യദേഹമാണ്. അദ്ദേഹം സമുദായത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുകയും ഇപ്പോൾ ചെയ്തുകൊണ്ടുമിരിക്കുകയാണ്. ജമാഅത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന ഭാരവാഹികൾ അദ്ദേഹത്തെ സമീപിക്കുകയും സമുദായത്തിന് വേണ്ടി സമുദായത്തിൻ്റെ കാര്യങ്ങൾ സുഗമമായി നടത്തുന്നതിനും സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനും വേണ്ടി നമുക്ക് സംസ്ഥാനത്ത് ഒരു ലീഗൽ ഫോറം രൂപീകരിക്കണം എന്നുള്ള ആവശ്യം അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ 2 മാസങ്ങൾക്ക് മുൻപാണ് നമുക്ക് സംസ്ഥാന തലത്തിൽ എറണാകുളത്ത് വെച്ച് ദക്ഷിണ ജമാഅത്ത് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ലീഗൽ ഫോറത്തിന് സംസ്ഥാന ലെവലിൽ രൂപം കൊടുത്തത്. അതിൻ്റെ ചെയർമാനാണ് ഇബ്രാഹിം ഖാൻ സാർ. അദ്ദേഹത്തിനെ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന ലക്ഷദ്വീപിലെ MP ഹംദുള്ള സയ്യിദ് സാഹിബ് അവർകളാണ്. നമുക്കറിയാം, അദ്ദേഹം ലക്ഷദ്വീപിലെ പഴയ MP-യും കേന്ദ്രമന്ത്രിയുമായിരുന്ന PM സയ്യിദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇന്നത്തെ വിശിഷ്ടാതിഥിയായി നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഹംദുള്ള സയ്യിദ് MP ലക്ഷദ്വീപ് അവർകളെയും വളരെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജമാഅത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി, വർക്കിംഗ് പ്രസിഡന്റ് ഈരാറ്റുപേട്ട സക്കീർ സാഹിബ് ഉൾപ്പെടെയുള്ള ജമാഅത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന, ജില്ലാ, താലൂക്ക് ഭാരവാഹികൾ എല്ലാവരെയും പേരെടുത്ത് പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് എല്ലാവരെയും ഒന്നടങ്കം മൊത്തത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയായ ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ ജമാഅത്ത് ഫെഡറേഷൻ ഇങ്ങനെ ഒരു മഹൽ നേതൃത്വ പരിപാടിക്ക് രൂപം കൊടുക്കാനുണ്ടായ പ്രത്യേക സാഹചര്യം സമുദായത്തിൽ നിന്ന് നേരിടുന്ന, സമുദായത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന പല വിഷയങ്ങളെയും നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സമുദായത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാരാണ്, മഹല്ല് ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇമാമുകൾ. സമുദായത്തിൻ്റെ ഒരു പരിവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട ആളുകളാണെന്ന് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. പ്രതിനിധികൾ, സമുദായത്തിന് വേണ്ടി ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിവുള്ള, മാറ്റം ഉണ്ടാക്കാൻ ബാധ്യതയുള്ള ഒരു വിഭാഗമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഏകദേശം 1500 മഹല്ലുകൾ ദക്ഷിണയുടെ കീഴിൽ ഇന്ന് നമുക്ക് ഈ തെക്കൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. 39 താലൂക്കുകളുണ്ട്, 7 ജില്ലകളുണ്ട്. അതിലെ പ്രതിനിധികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ലീഗൽ ഫോറം രൂപീകരിക്കാനുള്ള ഒരു കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കാം. നമ്മുടെ സമുദായത്തിൽ മഹല്ലുകളുടെ പ്രാധാന്യം ശക്തിയേറി വരികയാണ്. നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു കേന്ദ്രം, ഏത് വിഷയത്തിനും സമീപിക്കാവുന്ന ഒരു കേന്ദ്രമായി മഹല്ല് മാറേണ്ടതിൻ്റെ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ വിഷയങ്ങളും, എല്ലാ കാലാകാലങ്ങളിൽ വരുന്ന ഭരണകൂടങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ അതിക്രമങ്ങളും നമ്മുടെ സമുദായത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അടുത്ത സമയത്ത് നമ്മുടെ ഒരു സമുദായ നേതാവ് തന്നെ വളരെ അസത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെന്തോ ഭരണ വിഭാഗത്തിൽ നിന്ന് എന്തോ
നിയമപരമല്ലാത്ത കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ നേടിയെടുക്കുന്നു എന്നുള്ള പ്രസ്താവന നടത്തുകയുണ്ടായി. നമ്മുടെ സമുദായത്തിൻ്റെ നേതാക്കന്മാർ അപ്പോൾ തന്നെ അതിനെ പ്രതികരിച്ചു, അതിന് മറുപടി കൊടുത്തു. എന്ന് പറഞ്ഞാൽ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുക, മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുക, മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തി നമുക്ക് ഭരണഘടന വിഭാവനം ചെയ്ത അവകാശങ്ങൾ പോലും നമുക്ക് ഇല്ലാതാക്കുന്ന ഒരു രീതി, അത് അവസാനിപ്പിക്കണം. അതിന് നമ്മൾ മഹല്ലുകൾ, ഇമാമുകൾ, നമ്മുടെ പണ്ഡിതന്മാർ എല്ലാവരും കൂട്ടായി പരിശ്രമത്തിലൂടെ നമുക്കത് സാധിക്കുകയുള്ളൂ. കാര്യം ഭരണഘടന വിഭാവനം ചെയ്തതാണ് നമ്മുടെ ഈ അവകാശങ്ങൾ, ആരും നമുക്ക് വെറുതെ തന്നതല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മഹല്ല് നേതൃത്വ സംഗമം അതിനൊരു വഴിത്തിരിവാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ സ്വാഗതം നിർത്തുകയാണ്. ഇവിടെ കൂടിയ എല്ലാ മഹല്ല് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഇമാമന്മാർക്കും പണ്ഡിതന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.